ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് സീക്രട്ട് ഏജന്റ്, അതായത് നമ്മുടെ സായി കൃഷ്ണ. നമുക്ക് ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെ സീക്രട്ട് ഏജന്റിനെ അറിയാത്തതായിട്ട് സോഷ്യൽ മീഡിയയിൽ മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് സീക്രട്ട് ഏജന്റ്. പിന്നെയും കുറച്ചുകൂടി ആൾക്കാർ അറിഞ്ഞത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ്. പുള്ളിയുടെ ഒരു ഇരട്ടപ്പേരെന്ന് പറയുന്നത് മരവാഴ എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൽ നിന്നും 5 ലക്ഷത്തിന്റെ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തിറങ്ങി വന്ന് വലിയ മാസൊക്കെ കാണിച്ചൊരു വ്യക്തിയാണ് ഈ സായി കൃഷ്ണ. അതുപോലെ തന്നെ നമ്മളെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിരിക്കുന്നത് സായി കൃഷ്ണ, സിജോ, നന്ദന, ഇവരുടെ ഒരു സസി കോംബോ. ഭയങ്കര ബോറെന്ന് വെച്ചാൽ ബോറ്. അപ്പോൾ അതിന്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ എല്ലാം മൂന്നും പുറത്തായി. നമ്മുടെ സായി, നന്ദന, സിജോ ഇവരെല്ലാരും പുറത്തായി. അപ്പൊ പുറത്തായപ്പോഴെങ്കിലും നമ്മുടെ ഈ വെറുപ്പിക്കലൊന്ന് കുറയും ഓർത്തിരിക്കുമ്പോ ദേ വരുന്നു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇവരുടെ ഈ സസി കോംബോ മാത്രമേ ഉള്ളൂ. നന്ദന, സിജോ, സായി, ഇവര് 3 പേരും കൂടിയുള്ള വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗബ്രി, സിജോ അതായത് സിജോ ഔട്ടായതിനു ശേഷം എയർപോർട്ടിൽ വന്നപ്പോൾ സ്വീകരിക്കാൻ ഒരു വൻ താരനിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. വേറെ ആരുമില്ല, നമ്മുടെ സായി, ഗബ്രി, അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്നും നേരത്തെ എവിക്റ്റായി പോയ നിഷാന, പിന്നെ നന്ദന, ഇവരൊക്കെ കൂടിയാണ് സിജോയെ സ്വീകരിച്ചത്. ഭയങ്കര പ്രഹസനങ്ങളൊക്കെ ആയിരുന്നു. അനിയത്തിയും അതുപോലെ ചേട്ടന്മാരൊക്കെ കൂടി നിന്നിട്ട് എന്തൊക്കെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളെ വീണ്ടും വെറുപ്പിച്ചു. അപ്പോ അങ്ങനെ ഇന്ന് നമ്മുടെ സായി കൃഷ്ണന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. അതായത് വേറൊന്നുമല്ല, ഇപ്പം അഖിൽമാരാരും അതുപോലെ തന്നെ ഈ സായി കൃഷ്ണയും തമ്മിൽ എന്തൊക്കെയോ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ ബിഗ് ബോസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അത് നടക്കുന്നുണ്ട്. അപ്പൊ അഖിൽമാരാര് ഇന്നലെ അഖിൽമാരാര് എന്തോ സായിയെ കുറിച്ച് പറഞ്ഞു. സായി ആണ് ആദ്യം ഇന്നലെ ഒരു വീഡിയോയിൽ അഖിൽമാരാരെ കുറിച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ പറഞ്ഞത്. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെയല്ല, അഖിൽമാരാര് ഈ സായി പുറത്തിറങ്ങിയതിന്റെ കുറിച്ചിട്ട് ഒരു ലൈവില് കുറച്ച് കാര്യങ്ങൾ സായി കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് തെറ്റിപ്പോയതാട്ടോ. അപ്പൊ അഖിൽമാരാരുടെ ഇൻസ്റ്റഗ്രാം ലൈവില് ഈ സായി പണപ്പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പുറത്തു പോയതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ അത് നമ്മുടെ സീക്രട്ട് ഏജന്റ് കണ്ടിട്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ പുള്ളി അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഈ അഖിൽമാരാര് പറഞ്ഞ കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താ പറയാ, ഒരു പുച്ഛത്തോടു കൂടി കുറെ അധികം കാര്യങ്ങൾ നമ്മുടെ അഖിൽമാരാരെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ അഖിൽമാരാര് ഇന്നും വീണ്ടും ഒരു ചുട്ട മറുപടി നമ്മുടെ സായി കൃഷ്ണയ്ക്ക് ചൂടോടെ കൊടുത്തിരുന്നു. ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് അഖിൽമാരാര് ഇട്ടിട്ടുണ്ടായി. അപ്പൊ അതിനൊരു മറുപടിയായിട്ട് ഇന്ന് സീക്രട്ട് ഏജന്റ് പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു പോസ്റ്റിൽ ഇവര് കാറിൽ ഇരുന്നോണ്ട് പോവാണ്. അപ്പൊ ആ പോകുന്നതിനിടക്കാണ് ഈ അഖിൽമാരാരിന് എന്തൊക്കെയോ വായിക്കൊള്ളാത്ത കുറെ കാര്യങ്ങൾ ഈ സീക്രട്ട് ഏജന്റ് പറയുന്ന ഒരു വീഡിയോയുടെ താഴെ ഞാൻ പോയിട്ടൊരു കമന്റ് ഇട്ടു. അപ്പൊ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടായി. അപ്പൊ എനിക്കൊരു കമന്റ് ഇടണമെന്ന് തോന്നി. അപ്പൊ ഞാൻ ഒരു കമന്റ് ഇട്ടു, മരവാഴ സായി എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടു. ആ ഒരു കമന്റിന് എനിക്ക് അങ്ങനെ പുള്ളിനെ വിളിക്കാൻ തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കമന്റ് അങ്ങോട്ട് ഇട്ടു, മരവാഴ സായി എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് അങ്ങോട്ട് ഇട്ടു. അപ്പൊ അതിന് റിപ്ലൈ ആയിട്ട് നമ്മുടെ സായി കൃഷ്ണൻ ഒരു റിപ്ലൈ ഇട്ടു കേട്ടോ എന്റെ കമന്റിന്. ചേച്ചി, വാഴ വേണമെങ്കിൽ പറയണം കേട്ടോ, വാഴയൊക്കെ വേണമെങ്കിൽ പറയണം കേട്ടോ, ഞാനൊരു കണ്ണം വാഴയായി പോയില്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആ ഒരു കമന്റിനൊരു റിപ്ലൈ തന്നു കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ പുള്ളി അംഗീകരിച്ചു പുള്ളി ഒരു വാഴയാണെന്നുള്ളത്. അപ്പൊ എൻ്റെ ആ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയുടെ താഴെ ഇട്ട ഒരു കമന്റ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഒരു 1000-ന് മേളിൽ ലൈക്ക് കിട്ടി. ഒരുപാട് ആൾക്കാർ ആ ഒരു കമന്റ് കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ പിന്നെ കുറെ പേര് ചേച്ചി നന്നായി, നല്ല കാര്യം, കറക്റ്റ് കാര്യമാണ്, സായി മരവാഴ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഞാൻ ആ ഇട്ട കമന്റിന് റിപ്ലൈ ആയിട്ടിട്ടു. പിന്നെ വേറെ കുറെ ആൾക്കാർ, നമ്മുടെ സായിനെ ഇഷ്ടപ്പെടുന്ന കുറെ ചേട്ടന്മാരൊക്കെ വന്നിട്ട് എൻ്റെ വീട്ടിലുള്ളവരെയും മരവാഴകൾ എന്നൊക്കെ വിളിച്ച് എന്നെയും കുറെ ചീത്തയൊക്കെ പറഞ്ഞു. അതിന് നല്ല മറുപടി ഞാനും കൊടുത്തു. അപ്പൊ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു നമ്മൾ ശരിക്കും ബിഗ് ബോസിൽ ഈ സായി കൃഷ്ണയാണെങ്കിലും ഈ നന്ദനയൊക്കെ ആണെങ്കിലും ശരിക്കും നമ്മളെല്ലാരും വെറുപ്പിച്ചിട്ടുണ്ട്. കാരണം അമ്മാതിരി ബോറ് പരിപാടിയായിരുന്നു അവിടെ. അതായത് ഈ സീക്രട്ട് ഏജന്റ് കാറിലിരുന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന പോലെ അല്ല. ബിഗ് ബോസ് ഷോയിൽ പോയിട്ട് അണ്ടിപോയ അണ്ണാനെ പോലെ ഇരിക്കുന്നു, തിന്നാൻ മാത്രം വാതിറക്കുന്നു, മറ്റുള്ളവരുടെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വാതിറക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്.
അപ്പോൾ അങ്ങനെ ഈ പണപ്പെട്ടി ടാസ്ക് വന്നപ്പോൾ 5 ലക്ഷത്തിന് ഒരു പണപ്പെട്ടി കൊണ്ടുവച്ചപ്പോൾ അതും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു. മറ്റുള്ളവരെ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് പണപ്പെട്ടി വെച്ച ഉടനെ അതും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു നാറിയ പരിപാടി കാണിച്ച ഒരാളാണ് ഈ സായി കൃഷ്ണ. അപ്പോൾ പുള്ളീനെ നമ്മൾ ശരിക്കും മരവാഴ എന്നല്ല വിളിക്കേണ്ടത്, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് വേണം വിളിക്കാനായിട്ട്. പക്ഷെ എൻ്റെ ആ ഒരു മാന്യത അനുസരിച്ചിട്ട് ഞാൻ ആ ഒരു കമന്റ് ചെയ്തില്ല, മരവാഴ സായി എന്നാണ് വിളിച്ചത്. അപ്പം അങ്ങനെ ഇപ്പം മിക്ക ആൾക്കാരും പറയുന്നുണ്ട് സായി ചെയ്തത് വളരെ മോശമായ ഒരു കാര്യമായിപ്പോയി. കാരണം ആ ഒരു പണപ്പെട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതായിരുന്നു. അത് കൊണ്ടുവച്ച് മറ്റുള്ളവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ ഇനി എത്ര രൂപ വരും എന്നൊക്കെ ഉള്ളൊരു മറ്റുള്ളവർക്കും ആഗ്രഹങ്ങളില്ലായിരുന്നു. അതൊന്നും നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് ആ പെട്ടി എടുത്തുകൊണ്ട് വലിയ മാസൊക്കെ കാണിച്ച് പുറത്തിറങ്ങി വന്നിട്ട് നമ്മളെ പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മളെ വെറുപ്പിക്കാനായിട്ട് ഇവരെല്ലാവരും കൂടി ബിഗ് ബോസിലോട്ട് ഇനിയും പോകുന്നുണ്ട്. അതായത് ബിഗ് ബോസിന്റെ ഫിനാലെ വീക്കല്ലേ, അപ്പൊ ഫിനാലെ വീക്കിൽ ഈ എവിക്റ്റ് ആയി പോയ എല്ലാ മത്സരാർത്ഥികളും തിരിച്ച് ബിഗ് ബോസിനകത്ത് കയറും. ഇപ്പോൾ ഓൾറെഡി കുറെ എണ്ണങ്ങൾ കയറിയിട്ടുണ്ട്. നമ്മുടെ നിക്കർ കുഞ്ഞും, അതായത് നമ്മുടെ റസ്മിൻ, അതുപോലെ തന്നെ അപ്സര, അങ്ങനെ കുറെ എണ്ണങ്ങൾ കയറി. ഇനി ഈ നന്ദന, സിജോ, സായി, ഇവരെല്ലാം ഇനിയും നമ്മൾ ഇവരുടെ ഈ സസി കോംബോ നമ്മൾ ഇനിയും കണ്ട് സഹിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോ അപ്പൊ എന്തായാലും ഞാൻ ആ സായിയുടെ ആ ഇൻസ്റ്റഗ്രാമിന്റെ വീഡിയോയിൽ ഇട്ട ഒരു കമന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ.